ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശുദ്ധീകരണം നമ്മുടെയും കുടുംബങ്ങളുടെയും സഭയുടെയും ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയാണ് കാരുണ്യവഴി. ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് എല്ലാ ടോക്കും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആമുഖം ഉണ്ടെന്ന് എനിക്കറിയാം. ചില ടോക്ക് സമയമെടുക്കുമെന്ന് എനിക്ക് നേരത്തെ ധാരണയുള്ള ടോക്കുകളിലാണ് നമ്മൾ ഒരു ആമുഖം പറയാതെ നേരെ ടോക്കിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ക്രൈസ്തവ ആത്മീയത, അത് നമ്മളിൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുവാൻ നമ്മളേറെ സഹായിക്കുന്ന ഒരു രീതി പറയാം. അത് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് കൂടിയാണ് കേട്ടോ. ഞാനങ്ങനെ ലാഘവത്തോടെ പറഞ്ഞു കളയുന്നതല്ല, പറയുന്നത് ലളിതമായിട്ടാണെങ്കിലും വിഷയം ഗൗരവമുള്ളതാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന രീതി കത്തോലിക്കന് നിർബന്ധമായും ഉണ്ടാകണം. അതൊരു ഓപ്ഷനല്ല. ചിലരുടെ വിചാരം ഈ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുമല്ലോ, ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമല്ലോ, മാതാവിൻ്റെ മാധ്യസ്ഥ്യം ആവശ്യമുണ്ടോ, വിശുദ്ധരുടെ മാധ്യസ്ഥ്യം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നത് ആവശ്യമൊന്നും ഇല്ല, പിന്നെ ഞങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാതിരിക്കാം, ഞങ്ങൾക്ക് നേരിട്ട് ഈശോ. കറക്റ്റാണ്. പക്ഷേ ഇത് ആവശ്യമില്ലെന്ന് പറയരുത്. വിശുദ്ധരുടെ മാധ്യസ്ഥ്യവും മാതാവിൻ്റെ മാധ്യസ്ഥ്യവും നമുക്ക് ആവശ്യമില്ലെന്ന് പറയരുത്. അത് കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന 12 വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ തേടും, മരിച്ചുപോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നുള്ളത്. ഏതാണെന്ന് കണ്ടുപിടിക്കാവോ? നമ്മൾ വീട്ടിൽ ചെല്ലുന്ന വിശ്വാസ പ്രമാണമില്ലേ, അപ്പസ്തോലന്മാരുടെ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമെന്നറിയപ്പെടുന്ന ആ വിശ്വാസ പ്രമാണത്തിൽ ഈ ആശയം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുന്നുണ്ടോ എന്ന് ഇപ്പം തന്നെ തുടങ്ങുമെന്ന് എനിക്കറിയാം. സർവശക്തനായ പിതാവും ചൊല്ലി തുടങ്ങാൻ പോവാണ്. ചൊല്ലിക്കോ, എവിടെങ്കിലും ഉടക്കുമോ നോക്ക്, കിട്ടുമോ നോക്ക്. വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടുന്നതിനെക്കുറിച്ച്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം ഏതാണ്? ഇതാണ് ചോദ്യം. ഉത്തരം വീട്ടകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ആരുടെ ഉത്തരം ശരിയാവും നമുക്ക് നോക്കാമല്ലോ. ഉത്തരം പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെന്താ ഇത്? പുണ്യവാന്മാരുടെ ഐക്യമെന്ന് വെച്ചാൽ, പുണ്യവാന്മാരുടെ ഐക്യമെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ ഐക്യം. ആദിമസഭയിൽ ക്രിസ്ത്യാനികളെ വിളിച്ച പേര് പുണ്യവാന്മാരെന്നാണ്, വിശുദ്ധരെന്നാണ്. പൗലോസ്ലീഹ കോരിന്തോസിലെ എൻ്റെ വിശുദ്ധരെ എന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധരായിരുന്നു ആ കാലത്തെ ക്രിസ്ത്യാനികൾ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പുണ്യവാന്മാരുടെ ഐക്യം, ക്രിസ്ത്യാനികളുടെ ഐക്യം. ക്രിസ്ത്യാനികൾ 3 തട്ടിലായിട്ടുണ്ട്. ഏതാ 3 തട്ട്? ഏറ്റവും മുകളിൽ വിജയസഭ. എന്താ വിജയസഭ? ഈ ഭൂമിയിലെ ജീവിതം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ച് സ്വർഗം സ്വന്തമാക്കിയവരെ വിളിക്കുന്ന പേരാണ് വിജയസഭ. രണ്ടാമത്തത് എന്താണ്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഭയുടെ പേരെന്താ? സമരസഭ. സ്ട്രഗിൾ ചെയ്ത്, തിന്മയോട് പോരാടി സമരം ചെയ്ത് ജീവിക്കുന്ന നമ്മൾ സമരസഭ. ഇനി വേറൊരു സഭയുണ്ട് താഴെ, അതേതാ? സഹനസഭ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന ക്രിസ്ത്യാനികൾ, സഹനസഭ. ഈ 3 ഉണ്ടല്ലോ, ഈ 3 തമ്മിലുള്ള ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെങ്ങനെയാണ്? ഈ 3 തമ്മിൽ ഐക്യം എങ്ങനെയെന്ന് വെച്ചാൽ, വിജയസഭയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ, ആര്? വിശുദ്ധർ. വിജയസഭയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മെച്ചം ആർക്ക് കിട്ടും? സമരസഭയ്ക്ക് കിട്ടും, നമുക്ക് കിട്ടും. സമരസഭ പ്രാർത്ഥിച്ചതിൻ്റെ മെച്ചം ആർക്ക് കിട്ടും? സഹനസഭയ്ക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ മെച്ചം സഹനസഭ കിട്ടിക്കഴിയുമ്പോൾ അവരോട് ചെല്ലും, അവർ വിജയസഭയിൽ ചെല്ലും. വിജയസഭ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മെച്ചം സമരസഭയ്ക്ക് കിട്ടും. ഈ ഐക്യത്തിൽ, ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് കത്തോലിക്കൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടുന്ന ഒരു ഓപ്ഷനല്ല, ഒരു ചോയ്സ് അല്ല. അത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചോയ്സ് അല്ല, അത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം
അങ്ങനെ ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണമെന്നാണ്. ഏത് വിശുദ്ധൻ്റെ എന്നറിയാവോ? എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. വിശുദ്ധൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുമില്ല. പക്ഷേ നമുക്കൊക്കെ ഉറപ്പാണ് അയാൾ മേളിലിരിപ്പുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം ഒരു പ്രത്യേക നിയോഗത്തിന്. ഏത് വിശുദ്ധൻ്റെ ആയിരിക്കും? അതായത് മറ്റുള്ള വിശുദ്ധരുടെ കാര്യത്തിൽ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, ദാ ഇന്ന് മുതൽ ഈ ബ്ലസ്സഡ് അൽഫോൻസ സെയിൻറ്റ് അൽഫോൻസയാണ്, ബ്ലസ്സഡ് ചാവറ സെയിൻറ്റ് ചാവറയാണ്, ബ്ലസ്സഡ് എവ്പ്രാസിയ സെയിൻറ്റ് എവ്പ്രാസിയാണ് എന്ന് പറയുന്നു. ഇത് സഭ പോലും അല്ല പ്രഖ്യാപിച്ചത്, കർത്താവ് തമ്പുരാൻ പ്രഖ്യാപിച്ചൊരു വിശുദ്ധനുണ്ട്. ഈശോയുടെ പീഠാനുഭവ രംഗത്തിൽ കർത്താവ് തമ്പുരാൻ പ്രഖ്യാപിച്ചൊരു വിശുദ്ധനുണ്ട്. ആരാത്? നല്ല കള്ളൻ. നല്ല കള്ളൻ. നമ്മൾ വായിക്കുന്നില്ലേ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. അവൻ തുടർന്നു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണേ. ഈശോ അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും, സ്വർഗത്തിലുണ്ടാകും, പർദീസായിലുണ്ടാകുമെന്ന് കർത്താവ് ഒപ്പിട്ട് കൊടുത്ത ആളാ നല്ല കള്ളൻ. ഈ നല്ല കള്ളൻ എന്നുള്ള പേര് തന്നെ വലിയ വൈരുദ്ധ്യമാണ്. കയ്പുള്ള തേൻ, മധുരമുള്ള കഷായം എന്നൊക്കെ പറയുന്നത് പോലെ ചേരുമ്പടി ചേരാത്ത രണ്ട് വാക്കാ നല്ല കള്ളൻ. അതെങ്ങനെയാണ് നല്ല കള്ളൻ ഉണ്ടാകുന്നത്? അതിവനാണ് നല്ല കള്ളൻ. അവൻ അവസാനവും കട്ടെടുത്തത് പറുദീസയാണ്. അവൻ ഒടുക്കം കട്ടെടുത്തത് പറുദീസ. അങ്ങനെ അവൻ നല്ല കള്ളനായിട്ട് മാറി. ഈ നല്ല കള്ളൻ്റെ മാധ്യസ്ഥ്യം തേടിക്കോ. അതിനകത്തൊരു കുറച്ചിലും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഉണ്ടല്ലോ, സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ കുർബാനയിൽ പോലും ഈ മനുഷ്യൻ്റെ പേര് പറയുന്നുണ്ടെന്നേ, പേരില്ല, നല്ല കള്ളൻ. കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പുരോഹിതൻ ഈ കുസ്തോദിയും കാസയും ഒക്കെ ആയിട്ട് ബലിപീഠത്തിൽ വെച്ചിട്ട് ഒരു പ്രാർത്ഥന, മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് 3 ഓപ്ഷൻസ് ഉണ്ട്, 3 പ്രാർത്ഥന. ഒന്നിനകത്ത് പറയുന്നുണ്ട്, നല്ല കള്ളനോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിൽ നീ കയറ്റണമെന്ന്, നല്ല കള്ളനോടൊപ്പം ഞങ്ങളും സ്വർഗത്തിൽ നിന്നെ ആരാധിക്കട്ടെ എന്ന്. അപ്പോൾ ഉറപ്പാണ് സഭയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് സഭയ്ക്ക് ഉറപ്പാണ് നല്ല കള്ളൻ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചോദിക്കാം, എന്ത് ചോദിക്കണം എന്നറിയാവോ? നല്ല കള്ള, നിന്നെപ്പോലെ അകൃത്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എങ്കിലും അവസാന നാളിലെങ്കിലും, അവസാന നാളെന്ന് വെച്ചാൽ ഈ നേരം, ഏതാ അവസാന നാൾ? ഈ നിൽക്കുന്ന നേരം അവസാന നാൾ. നമുക്ക് എന്തുറപ്പുണ്ട് അടുത്ത നിമിഷം നമ്മളുണ്ടെന്ന്? അപ്പോൾ ഈ സംസാരിക്കുന്ന നേരമാണ് എൻ്റെ അവസാന നാൾ, ഈ കേൾക്കുന്ന നേരമാണ് നിൻ്റെ അവസാന നിമിഷം. ഈ കോവിഡും വാക്സിനേഷനും വന്നതോടെ അങ്ങനെ സമയവും കാലമൊന്നുമില്ല മരണത്തിന്. ഏത് നേരത്തും ആർക്കും മരിക്കാം, വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റ് അവസാന നാളാണെന്ന് ഓർത്തേക്കണം. അവസാന നാളിൽ റിപ്പൻറ്റ് ചെയ്യാൻ, അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ നിന്നെപ്പോലെ ഞങ്ങൾക്കും കഴിയട്ടെ നല്ല കള്ള എന്നൊരു മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണം. ശരിക്കും അങ്ങനെ വേണം, അത് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം, ജോയേൽ 2:12, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ പക്കലേക്ക് മടങ്ങി വരുവിൻ. അതിനകത്ത് ഏറ്റവും സ്ട്രെസ് കൊടുക്കേണ്ട വാക്കെന്നറിയാമോ? ഇപ്പോഴെങ്കിലും. അറ്റ്ലീസ്റ്റ് നൗ, യെറ്റ് നൗ. ഇപ്പോഴെങ്കിലും. എടാ, ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നില്ലേടാ നമ്മളോടാ? ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നില്ലേ? മടുത്തില്ലേ? കഴിയാറായില്ലേ? ഇത്രയ്ക്കുള്ളെന്ന് മനസ്സിലായില്ലേ? എത്ര മോഷ്ടിച്ചാലും ഇത്രയും മെച്ചമുള്ളെന്ന് മനസ്സിലായില്ലേടാ നല്ല കള്ള? ഇപ്പോഴെങ്കിലും. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു. ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ. നമ്മളോട് പറയുക, മതിയെന്ന് നിർത്തുന്നത്. ഈ കാരുണ്യ വഴി നമുക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ പക്കലേക്ക് മടങ്ങി വരുവിൻ. കർത്താവ് ക്ഷണിക്കുകയാണ്. നീ മുൻപ് ചെയ്ത അകൃത്യങ്ങളൊക്കെ കർത്താവ് മറക്കും കേട്ടോ. കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ച് ഒരാളും ചിന്തിക്കരുത്. ചിലർ പറയുന്നത് വെച്ചാൽ തിരിച്ചു വരാൻ പറ്റാത്ത വിധം അകന്നു പോയച്ചാ, തിരിച്ചു വരാൻ പറ്റാത്ത വിധം ജീവിതം മോശമായി വെച്ചാൽ. ഇല്ലെന്നേ, ആരുടെ ജീവിതം അങ്ങനെ മോശമാകുന്നേ? കർത്താവിൻ്റെ കരുണ അതിനേക്കാൾ അധികമാണെന്ന് വിശ്വസിക്കുക. കർത്താവിൻ്റെ കരുണ അതിനേക്കാൾ അധികമാണ്. 2-3 ബൈബിൾ വാക്യങ്ങൾ എടുത്തു. സഖറിയായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. സഖറിയായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. അതായത് നീ ഒന്നിങ്ങോട്ട് നോക്ക്. നല്ല കള്ളൻ അതായിരുന്നു മെച്ചം. വലതുവശത്തെ കള്ളൻ എന്നൊക്കെ പറയും, വലതോ ഇടതോ നമുക്ക് നിശ്ചയമില്ല. ഇടതുവശത്തെ കള്ളൻ, അതായത് മറ്റേ കള്ളന് പറ്റാതെ പോയതാ.
അവസാന ചാൻസ് ആയിരുന്നു രണ്ടുപേർക്കും. മിഴി പൂട്ടുന്നതിന് മുമ്പ് അവസാന ഒരു ചാൻസ് കർത്താവ് കൊടുത്തതാ. എന്തൊരു ഭാഗ്യമായിരുന്നു നീ! കർത്താവിൻ്റെ ചാരത്ത് മൃതി അടയാൻ കിട്ടിയ അവസരമായിരുന്നു. ആ കണ്ണ് പൂട്ടുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു കർത്താവിലേക്ക്. അവിടെയാണ് നല്ല കള്ളം വിജയിച്ചത്. കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഈ അനുഭവിക്കുന്നത് എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. പക്ഷെ ഇവൻ നിഷ്കളങ്കനാണ്, അവൻ പാപം ഏതും ചെയ്യാഞ്ഞിട്ടും കിടക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അവനെ ഒരു ആത്മവിമർശനത്തിന് വിധേയപ്പെടുത്തി. അപ്പോഴും മറ്റവൻ ദൈവത്തെ വെല്ലുവിളിക്കാൻ നടക്കുക, ദൈവത്തെ പരിഹസിക്കാൻ നടക്കുക. ചിലപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ചില മനുഷ്യരുടെ കാർക്കശ്യമുണ്ട്. അന്ത്യകാലം എത്തുമ്പോൾ പോലും പിടിവാശി വിടില്ല, അന്ത്യകാലം എത്തുമ്പോൾ പോലും ശാഠ്യം വിടില്ല. അവിടെയാണ് നല്ല കള്ളം വിജയിക്കുന്നത്. കർത്താവിലേക്ക് നോക്കുന്ന സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തിലേക്ക് മടങ്ങി വരും. നെഹമ്യായുടെ പുസ്തകം എടുക്കാം. നെഹമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നെഹമ്യ 1:9. എന്നാൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എൻ്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ എത്ര അകലേക്ക് ചിതറിക്കപ്പെട്ടാലും എൻ്റെ നാമം അധിവസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അതായത് കർത്താവിലേക്കും തിരിഞ്ഞു നോക്കാം. നമുക്ക് നല്ല കള്ളനെ പോലെ കർത്താവിലേക്ക് ഒന്ന് നോക്കാം. ആ നോട്ടം മതി. ഈ നല്ല കള്ളൻ്റെ ജീവിതം അതുപോലെ കൃത്യമായിട്ട് കിടക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം. ജോബ് 22:23, 23 മുതൽ 26 വരെ. കുറച്ചുകൂടെ താഴോട്ട് വായിച്ചാലും നല്ലതാണ്. പക്ഷേ ഇതെടുത്തോ, ഇത് നിങ്ങളെല്ലാവരും എടുക്കണേ, ആരും മടി വിചാരിച്ചെടുക്കരുത്. ബൈബിളിൽ വരയ്ക്കുകയും വേണം. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം മുതൽ ഇങ്ങനെയാണത്: സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. ഇത് നല്ല കള്ളനെ മനസ്സിൽ കണ്ടിത് വായിക്കണം, അപ്പം നമുക്ക് കൃത്യം മനസ്സിലാകും. എന്നിട്ട് നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യണം അതിനകത്തേക്ക്. സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഔഫേർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, നീ നിൻ്റെതെന്ന് കരുതി വെച്ചിരിക്കുന്ന പൊസഷൻസൊക്കെ നീ അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതുമൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് സർവശക്തനാണ് എൻ്റെ സ്വർണം, എൻ്റെ വെള്ളിയെന്നേറ്റു പറഞ്ഞാൽ നീ ദൈവത്തിൽ ആനന്ദിക്കുകയും സർവശക്തൻ്റെ മുഖം നിന്റെ നേരെ തിരിയുകയും ചെയ്യും. പറുദീസ, നീ പറുദീസയിലായിരിക്കും. ദൈവ സാന്നിധ്യം നീ കാണും. ദൈവജനമേ, നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈശോ പറഞ്ഞ 7 വാക്യങ്ങളിൽ 2 എണ്ണം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. മൂന്നാമത്തതാണ്, അല്ലെങ്കിൽ എണ്ണത്തിലല്ല, മൂന്നാമതൊരു വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നല്ല കള്ളനോട് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അത്തരമൊരു വാഗ്ദാനം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. അതിന് മുൻകാലങ്ങളിലെ അകൃത്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ കർത്താവിങ്കിലേക്ക് ഒന്ന് നോക്ക്. കർത്താവിങ്കിലേക്ക് ഒരു വേള ഒന്ന് നോക്ക്. നമ്മൾ അത്ഭുതം കാണും ഈശോയെങ്കിലേക്ക്. അപ്പോൾ ചിലർക്ക് സംശയമുണ്ടേ, ഇതെങ്ങനെയാ, ഇതെന്ത് നീതിയായത്? അതായത് ഇത്രയും കാലമുള്ള തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് അവസാനം ചാകുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയാൽ ഉടനെ കർത്താവ് അങ്ങ് പൊറുക്കുകയാണോ? അത്രേ ഉള്ളോ? ഇങ്ങനെയാണോ ഇതിൻ്റെ നീതി എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം റോമാലേഖനം 3:21. റോമാലേഖനം 3:21 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനത്തിൻ്റെ 3:21: നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നല്ല കള്ളൻ്റെ കാര്യത്തിൽ നിയമത്തിലൂടെ അല്ലാതെ ഒരു ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ആരാണ്, എന്താണ്, എങ്ങനെയായിരുന്നുള്ള ഒന്നും ഇവിടെ ഇല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി അത് കിട്ടും. കർത്താവിങ്കിലേക്ക് നോക്കാം. ഇന്നത്തെ ഹോംവർക്ക് എന്താണ്? ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ്
കർത്താവിങ്കിലേക്ക് തിരിയേണ്ട 2-3 അകൃത്യങ്ങളെ ഓർത്തെടുക്കുക. എൻ്റെ അകൃത്യ വഴികളെ, എൻ്റെ പാപ വഴികളെ 2-3 എണ്ണം, എല്ലാം കൂടെ തിരക്ക് പിടിച്ചു വേണ്ട, 2-3 എണ്ണം അതൊന്ന് ഏറ്റുപറയുക കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവിൻ്റെ ഈ പാപച്ചായ്വ്, ഈ പാപക്കെട്ട് പൊട്ടിക്കാൻ എനിക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കവനെ ആരാധിക്കാൻ ഒരുങ്ങാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നമ്മൾ ഉപേക്ഷിക്കേണ്ട പാപങ്ങളെ ഓർത്തെടുത്ത് കർത്താവിൻ്റെ മുൻപിൽ അത് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശക്തി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുക. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കി കാത്തിരിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, നിനക്ക് ആരാധന. ഈശോയെ, കാരുണ്യവഴിയുടെ 21-ാം നാൾ തിരുമുമ്പാകെ ഞങ്ങൾ കേട്ട് ധ്യാനിച്ചത് സ്വർഗം കവർന്നെടുത്ത കള്ളനെയാണ്. നിന്നോട് ചേർന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ. ഒരുപക്ഷെ നിന്നെ കണ്ടുമുട്ടുന്ന നിമിഷം വരെയും അധർമ്മത്തിൻ്റെ വഴിയെ നടന്ന ഒരാൾ. പക്ഷേ നിന്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ നിന്നിലെ ദൈവികതയെ തിരിച്ചറിഞ്ഞ നിമിഷം തൊട്ട് അവനിൽ മാറ്റം വരികയാണ്. അവൻ നിനക്ക് വേണ്ടി അപരനോട് വാദിക്കുകയാണ്. ഈശോ, അങ്ങനെ ഒരാൾ
അവൻ്റെ പൂർവകാലത്തെ മുഴുവൻ മറന്ന്, പൂർവകാലത്തിൻ്റെ പാപചായ്വുകളെ മുഴുവൻ മറന്ന് നിന്നിലേക്ക് ചേർന്നപ്പോൾ, നിന്റെ പക്ഷം പിടിച്ചപ്പോൾ, ഞൊടിയിടയ്ക്കുള്ളിൽ നിന്റെ നീതി, നിയമത്തെ അതിലംഘിക്കുന്ന നീതി പ്രാവർത്തികമായല്ലോ. നീ അവന് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടല്ലോ. ഈശോയെ, ഞങ്ങൾ കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. എത്ര ദൂരേക്ക് പോയി എന്നത് കർത്താവിൻ്റെ മുമ്പിൽ വിഷയമല്ല. എത്രയധികം പാപങ്ങൾ എത്ര കാലമായി ചെയ്തുവെന്നത് കർത്താവേ നിന്റെ കരുണയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല. നിന്നിലേക്കൊന്ന് തിരിയാൻ, നിന്റെ പക്ഷത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ നീ 10 ഇരട്ടി സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് നല്ല കള്ളൻ എന്നെ പഠിപ്പിക്കുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യം എന്നെ തിരികെ വിളിക്കട്ടെ. ജോയേൽ 2:12 എൻ്റെ കാതുകളിൽ നിരന്തരം മുഴങ്ങട്ടെ. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ പക്കലേക്ക് മടങ്ങി വരുവിൻ. ഇപ്പോഴെങ്കിലും ഈശോ, ഇത്രയൊക്കെ മതി എന്ന് തീരുമാനിക്കാൻ, പാപകൊതികളെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ, എന്നിട്ട് നിന്നിലേക്ക് തിരിയാൻ, നിന്നിലേക്ക് നോക്കാൻ ഉള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവജനമേ, പ്രത്യേകമായി ഏതെങ്കിലുമൊക്കെ പാപചായ്വ് നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അതിനെ പറിച്ചു മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത വിധം ചർമ്മത്തിൻ്റെ, ദേഹത്തിൻ്റെ ഭാഗമായി മാറിയ ചില പാപങ്ങൾ, ആത്മാവോളം പതിഞ്ഞുപോയ ചില പാപങ്ങൾ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, നിന്നിലേക്ക് തിരിയാൻ ഞാൻ കൊതിക്കുന്നു, എന്നോട് കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ പിതാവേ, 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 കരുണ തോന്നണേ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും
ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ,
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കാം. ഈശോ, ഇന്നു നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് നീ കൊടുത്ത വാഗ്ദാനം എൻ്റെ കാതിൽ മുഴങ്ങുന്ന ദിവസത്തിനായി ഞാൻ കൊതിക്കുന്നു. ഈശോ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടം സ്വർഗം എനിക്കും സമ്മാനിക്കണമേ എന്ന കൊതിയോടെയും പ്രാർത്ഥനയോടെയും ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ യേശുവേ. സ്നേഹിക്കുന്നേ
സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ല എനിക്ക്, പ്രിയനേ എന്നേശുനാഥ.